വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8 മണിയോടുകൂടി തന്നെ തലസ്ഥാനത്തെത്തും. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ നിന്നും പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, 8 മണിയോടുകൂടിയാണ് പ്രധാന സേവകൻ തലസ്ഥാനത്ത് എത്തിച്ചേരുക, വിമാനത്താവളത്തിൽ എത്തിച്ചേരുക. അതിനുശേഷം അദ്ദേഹം രാജ്ഭവനിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങൾ എത്രത്തോളം പൂർത്തിയായി കഴിഞ്ഞു? കെ പി, പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളെല്ലാം രാജ്ഭവനിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോഴുള്ളത് രാജ്ഭവന് കുറച്ചിപ്പുറത്തേക്ക് മാറി വെള്ളയമ്പലം ജംഗ്ഷനിലാണ്. വെള്ളയമ്പലം ജംഗ്ഷനിൽ പ്രധാന സേവകനെ കാണാനായി കാത്തു നിൽക്കുന്നവരുടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. ഇപ്പോൾ ഈ ട്രാഫിക് ഇവിടെ കുറച്ച് കടുപ്പമാണ്. അതിനുള്ളിൽ ശേഷം നമുക്ക് അവിടേക്ക് എത്താൻ കഴിയും. ഒട്ടനവധി ആളുകൾ ഈ ഒരു ഭാഗത്തായി പ്രധാന സേവകർ എത്തുന്നത് കാത്തു നിൽപ്പുണ്ട്. ഏറെ മണിക്കൂറുകളായി ഇവിടെ നിൽക്കുന്നവരാണ്. പല പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുവാൻ, അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണുവാൻ വേണ്ടി വളരെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങളുടെ ഈ ഒരു വശത്തായി, വെള്ളയമ്പലം ജംഗ്ഷൻ്റെ ഒരു വശത്തായി ഇവിടെ തന്നെയുണ്ട്. എവിടെ നിന്ന് വന്നവരാ? ഞങ്ങളുടെ കോവളം. ഞങ്ങൾ 5 മണിയായപ്പോൾ എത്തും. 8 മണിയാകുമ്പോഴേക്കേ എത്തുള്ളൂ. കുഴപ്പമില്ല, പിന്നെന്ത് എത്ര നേരം നിൽക്കും. അതാണ് ഒരു ആവേശം കെ പി. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. എന്താ വന്നേ? അങ്ങനെയാണ്. കുട്ടികൾ മറുപടി ഒന്നും പറയുന്നില്ല. കുറച്ച് നേരമായി അവിടെ നിൽക്കുന്ന ആളുകളാണ്. ഇവിടെ ഇപ്പോൾ വലിയൊരു കുറേയധികം ആളുകളെ നമ്മൾ കണ്ടു. ഇവിടെ ഈ വശത്തേക്ക് വരുമ്പോൾ കൂടുതൽ സ്ത്രീകളൊക്കെ ഉണ്ട്. അവർ മണിക്കൂറുകളായി ഇവിടെ നിൽക്കുന്നവരാണ്. പ്രധാനമന്ത്രിയെ എത്തുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിയുമെന്നുള്ള, പ്രധാനമന്ത്രി ആ റോഡിൻ്റെ ആ വശത്തോടു കൂടിയാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എവിടെ നിന്ന് വരുന്നവരാ? ഞങ്ങൾ പാപ്പനംകോട്. ഞങ്ങൾ വന്നിട്ട് 2 മണിക്കൂറോളം കഴിഞ്ഞു. 8 മണിയൊക്കെ ആവും വരാൻ. കാത്തു നിൽക്കും, കണ്ടിട്ടേ പോകും. എങ്ങനെയാണ് ഈ വിഴിഞ്ഞത്തിന്റെ ഒരു കമ്മീഷനിങ് ഒക്കെ നിങ്ങളൊക്കെ ഈ പാപ്പനംകോടുകാരൊക്കെ നോക്കി കാണുന്നത്? എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഞങ്ങളുടെ നാട് വികസിക്കുന്നതല്ലേ. കൂടുതൽ തൊഴിലവസരങ്ങളും ഒക്കെ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. തിരുവനന്തപുരത്തായിരുന്ന രീതിയിൽ വളരെ ഹാപ്പി. ഇവിടെ എല്ലാം ഉണ്ട്. ഇവരെല്ലാം മണിക്കൂറുകളായി ഇങ്ങനെ കാത്തു നിൽക്കുന്നവരാണ്. ഒട്ടനവധി സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. എവിടെ നിന്ന് വന്നവരാ? ഞങ്ങൾ കേശവസരത്ത് വരികയാണ്. കേശവസരത്തിന് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കൂടുതലായി. ഇന്ന് എത്ര മണിക്ക് വന്നാലും നമ്മൾ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഈ വിഴിഞ്ഞത്തിന്റെ ഒരു കമ്മീഷനിങ് എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തായിരുന്നല്ലേ നിങ്ങളൊന്ന് കാണുന്നത്? തിരുവനന്തപുരത്ത് അതിൽ കൂടുതൽ എന്താ വേണം? ഞങ്ങൾ 60 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്നതാണ്. വികസനം എന്താ? തിരുവനന്തപുരത്തിൻ്റെ ഒരു പേര് ലോകത്തിൽ ഉയർത്താൻ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വിഴിഞ്ഞം മാത്രം മതി. എല്ലാ പാർട്ടികളും സഹകരിക്കും, ഒന്നിച്ച് എല്ലാവരും ഇറങ്ങും വിഴിഞ്ഞത്ത്. ആ ഒറ്റ പേര് മതി. BJP അധികാരത്തിൽ തന്നെ ഈ ഒരു വിഴിഞ്ഞം മാത്രം മതി. വിഴിഞ്ഞത്തോടെ BJP കേരളത്തിൽ അധികാരത്തിൽ? തീർച്ചയായും. അതിൽ ആദ്യത്തെ പടിയാണ് കോർപ്പറേഷൻ ഇലക്ഷൻ. 6 മാസം കഴിഞ്ഞ് വന്ന കോർപ്പറേഷൻ ഇലക്ഷനിൽ നമ്മൾ 75 സീറ്റോളം തേർന്ന് കോർപ്പറേഷൻ ഭരിച്ചാൽ തീർന്നു. കേരളം നേടിക്കഴിഞ്ഞു. അതാണ് BJPയുടെ വളരെ ആവേശമുള്ളൊരു പ്രവർത്തകന്റെ മറുപടിയാണ് നമ്മൾ കണ്ടത്. എവിടെ? തിരുവല്ലം. 2 മണിക്കൂറായി. 8 മണിയൊക്കെ ആവും. 8 മണി ആവട്ടെ, കണ്ടിട്ടേ പോകണുള്ളൂ. ഈ വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ അമ്മയുടെ ഒക്കെ മക്കളുണ്ടാവും, കൊച്ചുമക്കളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഭാവിയിൽ കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ വരികയില്ല. അപ്പോൾ അതിനെ എങ്ങനെയാണെന്ന് നോക്കി കാണുന്നത്? നല്ലതല്ലേ, തൊഴിലവസരങ്ങൾ വരണത് നല്ലത്. അതെ, ഇതുവരെ ഉണ്ടായിട്ടില്ല. സന്തോഷമാണ്. ഇതുവരെ നല്ല പദ്ധതികളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആശിക്കുന്നു. നല്ലത് വരട്ടെ. മോദിജിക്ക് ജയ്. അങ്ങനെയാണ്, മോദിജിക്ക് ജയ് വിളിക്കുകയാണ്. കൂടുതൽ ആളുകളുണ്ട്. ഈ ഒരു ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിലും റോഡിൻ്റെ വശങ്ങളിൽ വലിയ ഇരുട്ടാണ്. അതുകൊണ്ട് ഈ ആളുകൾ നിൽക്കുന്ന ഭാഗത്ത് മുഴുവൻ ഇരുട്ടാണ്. പക്ഷേ എന്നിട്ടും അവിടെ മണിക്കൂറുകളെ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. റോഡിൻ്റെ ഒരു വശത്ത് മാത്രം, ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് ആളുകളെ നിൽക്കാൻ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അനുവദിച്ചിട്ടുള്ളത്. എവിടുന്നാ വരുന്നത്? കാലടിയോ? എന്താ? നരേന്ദ്രമോദി അപ്പൂപ്പനെ കാണാൻ. നരേന്ദ്രമോദി അപ്പൂപ്പനെ കാണാൻ. കാഞ്ചന. 9. കുറച്ചേരായി. 8 മണി വരെയൊക്കെ എന്തായാലും നിൽക്കും. ഉറങ്ങിപ്പോത്തൊന്നുമില്ലല്ലോ? കുട്ടിയൊക്കെ പിടിച്ചൊരു കൊച്ച് ആരാധിക മോദിയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ ഈ വശങ്ങളിലേക്ക് കെ പി നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ ആളുകൾ ഈ ഒരു ഭാഗത്ത്, ഈ ഇരുട്ടത്ത്, ഇവിടെ കൃത്യമായൊരു ലൈറ്റിംഗ് സംവിധാനം പോലും ഇല്ല. ഈ ആളുകൾ ഇവിടെ കുറേ മണിക്കൂറുകൾ അദ്ദേഹത്തെ കാണാൻ ഇങ്ങനെ കാത്തു നിൽക്കുക. 2 മണിക്കൂറായി ഞങ്ങൾ ഇവിടെ വന്നിട്ട്. എത്തുമെന്നാണ് പ്രതീക്ഷ. കാണണം, കണ്ടിട്ടേ പോകുള്ളൂ.
ഇത് പ്രധാനമന്ത്രിക്കൊക്കെ ഹോട്ടേക്ക് വരച്ചു കൊടുത്ത കുട്ടിയാണ്. പുള്ളിയുടെ ഇന്ന് പ്രൈസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പ്രൈസ് വാങ്ങിയത് സർട്ടിഫിക്കറ്റ് വീട്ടിലേക്ക് അയച്ചു തരാ ചെയ്തത്. എന്ത് ഫോട്ടോ വരച്ചത്? മോദിയുടെ. മോദി ഫോട്ടോ ഒക്കെ കണ്ടു അല്ലേ? ഗിഫ്റ്റ് ഒക്കെ കിട്ടി. എന്താ കിട്ടി? ഹാപ്പി ആയോ? മോദിയെ കണ്ടിട്ടേ പോളോ? എന്താ പേര്? ആൻലിയ. ആൻലിയ. പ്രധാനമന്ത്രിയുടെ ഒരു ചിത്രമൊക്കെ വരച്ചു. ആ ചിത്രം അദ്ദേഹം കണ്ടു. ആൻലിയയ്ക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ കുട്ടി പറയുന്നത്. എന്തായാലും ആ കുട്ടിയും ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ കുറെ അമ്മൂമാരൊക്കെ ഇരിപ്പുണ്ട്. കാലൊക്കെ കഴിച്ചോ? കഴിച്ചു. കാല് കഴിച്ചു. കണ്ടോണ്ടേ പോകും. കണ്ടോണ്ടേ പോകും. ഇവിടെ മറ്റൂർക്കാവ്. കാല് വേദന നന്നായി വേദന എടുക്കുന്നു. ലേറ്റൊന്നുമില്ല. കണ്ടിട്ട് പോവും. അമ്മയും പറയുന്നത് അങ്ങനെയാണ്. എല്ലാവരും പ്രധാന സേവകനെ കണ്ടിട്ടേ ഇവിടെ നിന്ന് മടങ്ങൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലുള്ള ഉറച്ച നിലപാടിലൊക്കെ പോകുന്നുണ്ട്. വളരെ ചെറിയ ആൾക്കാരൊക്കെ പ്രധാനമന്ത്രിയെ കാണാനൊക്കെ നിൽപ്പുണ്ട്. മോദിയെ കാണാൻ പറ്റും. മോദിജിയെ കാണാൻ വന്നറിയും. മോദിജിനെ കാണാൻ വന്ന. മോദിജിനെ കണ്ടിട്ടേ പോളോ? അത്രേ ഉള്ളൂ എന്ന് പറയും. ഇല്ല, കവടിയാറ് തന്നെ. എല്ലാവരും ചില കുട്ടികളുണ്ട്, ചില കുട്ടികളൊക്കെ സംസാരിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. KP എന്തായാലും കൂടുതൽ ആൾക്കാരൊക്കെ ഒരു പ്രധാനമന്ത്രി പറഞ്ഞ സ്ഥലമല്ലേ ഇതാ? കണ്ട വെളിച്ചമുണ്ടോ അവിടെ? എന്താണ് കാണിക്കുന്നത് ഇത്? എങ്ങനെ കാണും? അല്ല, ഈ ഇരുട്ടത്ത് പ്രവർത്തകരെയൊക്കെ എങ്ങനെ കാണും? അതെ, പരിഹരിക്കേണ്ട വിഷയമാണ്. KP അങ്ങനെ ഒരു ചെറിയ കാര്യം കൂടി ഇവിടെ ഉള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വിഷയം തന്നെയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് മുഴുവൻ ഈ ആളുകൾക്ക് പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടി ഒരു ബാരിക്കേഡൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ കൃത്യമായ ലൈറ്റിംഗ് സംവിധാനങ്ങളൊന്നും പോലീസോ ഈ പറയുന്ന നഗരസഭയോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി ഇവിടെ ഉണ്ട്. അത്രയധികം ഇരുട്ടുണ്ട്. പക്ഷേ ആളുകളെല്ലാം പ്രധാനമന്ത്രിയെ കണ്ടിട്ട്, പ്രധാന സേവകനെ കണ്ടിട്ട് മാത്രമേ മടങ്ങുകയുള്ളൂ എന്നുള്ള ഒറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി ഈ ഭാഗത്തേക്ക് വന്നാൽ KP കൂടുതൽ ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ട്. എവിടുന്നാ വരുന്നത്? തിരുമല. പ്രധാനമന്ത്രിയെ കണ്ടിട്ടേ കണ്ടിട്ടേ പോവുള്ളൂ. കണ്ടിട്ടേ പോവുള്ളൂ. അല്ല, വെട്ടമില്ലെങ്കിലും നമ്മൾ മോദിയെ കണ്ടിട്ടേ പോവുള്ളൂ. കണ്ടിട്ടേ തീർച്ചയാണ്. കണ്ടിട്ടേ പോവുള്ളൂ. നല്ലൊരു മനുഷ്യൻ. വരുമ്പോഴേ നമ്മുടെയൊക്കെ കുട്ടികൾക്കൊക്കെ, അതായത് അടുത്ത തലമുറയ്ക്കൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു വികസനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു സാധാരണക്കാരായ നാട്ടുകാരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? അത് നല്ല ഗുണമുണ്ടാവും. നമുക്ക് നല്ല ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപാട് വികസനം ഉണ്ടാവും. അതുവഴി ജോലി ഒരുപാട് എല്ലാവർക്കും സാധ്യതയാവും. പക്ഷേ ഇവിടുത്തെ ഭരണസമിതി അതിന് അനുകൂലിച്ച് നിൽക്കണം. എന്നാലേ അതിനുള്ള ഗുണം ഉണ്ടാവുള്ളൂ. അതെ, പറയുന്നത് വികസനവും തൊഴിലവസരങ്ങളും ഒക്കെ ഒരുപാടുണ്ടാകും. പക്ഷേ കേരളത്തിലെ അന്തരീക്ഷം, കേരളത്തിലെ ഭരണ സംവിധാനമൊക്കെ അതിനോട് ചേർന്ന് നിൽക്കണം. കേന്ദ്രം കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ, കേന്ദ്രം നടപ്പിലാക്കുന്ന വികസന മാതൃകകൾക്ക് അതിനൊപ്പം കേരളവും ഒത്തു നിൽക്കണം എന്നുള്ളൊരു ആവേശവും കൂടി, അല്ലെങ്കിൽ ഒരു ആവശ്യവും കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും KP പ്രധാനമന്ത്രിയെ കണ്ടു നിൽക്കാൻ, കാണാൻ വേണ്ടി ഒട്ടനവധി പേർ ഇവിടെ കാത്തു നിൽക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രകാശം പോലും ഇല്ലാതെ ഒരു ബാരിക്കേഡ് കെട്ടി ഇവിടെ അവരെ തടഞ്ഞത്, അല്ലെങ്കിൽ അവരെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ എത്ര വൈകിയാലും പ്രധാനമന്ത്രിയെ കണ്ട് മാത്രമേ മടങ്ങൂ എന്നുള്ളൊരു നിലപാടിൽ ഉറച്ച് അവർ നിൽക്കുകയാണ്.